3 ലക്ഷം കോടി രൂപയും കൊണ്ട് ഇന്ത്യയിലേക്ക് വരാൻ പോവാണ് ഒരു ബംഗ്ലാദേശി വംശജനായിട്ടുള്ള ഓസ്ട്രേലിയക്കാരൻ. ഓസ്ട്രേലിയ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ് എയർ ട്രങ്ക് എന്ന് പറയുന്ന കമ്പനി. എയർ ട്രങ്ക് എന്ന് പറയുന്ന കമ്പനിയാണ് ഇന്ത്യയിൽ $30 ബില്യൺ അഥവാ ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. ഈ കമ്പനിയുടെ പുറകിൽ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയും കാനഡയുടെ പെൻഷൻ പ്ലാനിന്റെയും പിന്തുണയുണ്ട്. സോ ഈ വലിയ രണ്ട് ടീമിന്റെ പിന്തുണയുള്ള കമ്പനിയാണ് ഈ എയർ ട്രങ്ക് എന്ന് പറയുന്ന കമ്പനി. ഈ കമ്പനി ഇന്ത്യയിൽ $30 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്താൻ പോകുന്നത്. കമ്പനിയുടെ നിലവിലെ സ്ഥാപകനും സിഇഒയുമാണ് റോബിൻ ഖുദ. ഈ റോബിൻ ഖുദ എന്ന് പറയുന്നത് ഒരു ബംഗ്ലാദേശി വംശജനായിട്ടുള്ള ഓസ്ട്രേലിയക്കാരനാണ്. 2030 ഇന്ത്യയിൽ 5 ഗിഗാവാട്ട് ശേഷിയുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുകയാണ് ഈ വൻകിട നിക്ഷേപത്തിലൂടെ കമ്പനി ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിൽ ഒന്നായിരിക്കും ഇത്. എയർ ട്രങ്ക് സ്ഥാപകനും സിഇഒയുമായിട്ടുള്ള റോബിൻ ഖുദ ഇന്ത്യയിലെത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുമായിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നു. ഇതിന് പിന്നാലെയാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ നിക്ഷേപം ഇന്ത്യയെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെയും AI-യുടെയും ആഗോള ഹബ്ബാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ മാത്രം ഏകദേശം 21 മുതൽ 23 ബില്യൺ വരെ നിക്ഷേപമായിരിക്കും നടത്തുക. ഈ നിക്ഷേപത്തിൽ 3 ഗിഗാവാട്ട് ശേഷിയുള്ള ഡാറ്റാ സെന്റർ ക്യാമ്പസ് സ്ഥാപിക്കാൻ കമ്പനിക്ക് തത്വത്തിൽ അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. ലുമിന ക്ലൗഡ് ഇൻഫ്ര എന്ന കമ്പനിയെ ഏറ്റെടുത്തുകൊണ്ടാണ് എയർ ട്രങ്ക് ഈ വർഷം ആദ്യം ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കുന്നത്. നിലവിൽ മുംബൈ, ചെന്നൈ, ഹൈദരാബാദ് എന്നീ നഗരങ്ങളിൽ ഇവർക്ക് ഡാറ്റാ സെന്റർ പ്രോജക്റ്റുകൾ ഉണ്ട്. ഇന്ത്യയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിപ്ലവത്തിനും ക്ലൗഡ് സ്റ്റോറേജ് ആവശ്യങ്ങൾക്കും ആവശ്യമായ വൻകിട ഡാറ്റാ സെന്ററുകൾ ഒരുക്കുകയാണ് ഇതിലൂടെ ബ്ലാക്ക് സ്റ്റോണും എയർ ട്രങ്കും ലക്ഷ്യമിടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും അമേരിക്കയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് വരണമെന്നും ഇന്ത്യയിലും ചൈനയിലും ഉൾപ്പെടെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് അധികം ഇൻവെസ്റ്റ്മെന്റ്സ് പോകരുത് എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് ലോകത്തെ പല കമ്പനികളും, അതിൽ അമേരിക്കൻ കമ്പനികൾ പോലും ഇന്ത്യയിൽ വലിയ നിക്ഷേപങ്ങൾക്ക് ഒരുങ്ങുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് എത്രയൊക്കെ ശ്രമിച്ചാലും ഇന്ത്യയുടെ വളർച്ചയെ ഒന്ന് പതിയെ ആക്കാൻ കഴിഞ്ഞാലും അതിനെ തടയാൻ കഴിയില്ല എന്നാണ്. ഇന്ത്യയിലേക്ക് വൻതോതിൽ വിദേശ നിക്ഷേപങ്ങൾ ഒഴുകിയെത്തുന്നതിന് പിന്നിൽ പൂർണ്ണമായും വ്യക്തമായ ചില സാമ്പത്തിക വ്യാവസായിക കാരണങ്ങളുണ്ട്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പലവിധ ചർച്ചകളും തടസ്സവാദങ്ങളും ഉണ്ടാകാറുണ്ടെങ്കിലും ബ്ലാക്ക് സ്റ്റോൺ പോലുള്ള വലിയ ആഗോള നിക്ഷേപ സ്ഥാപനങ്ങൾ ലാഭവും സുരക്ഷിതത്വവും നോക്കിയാണ് പണം ഇറക്കുന്നത്. അത്തരം ആഗോള കമ്പനികളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ വൻ ഡിമാൻഡാണ്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇന്റർനെറ്റ് വിപണിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, 5G എന്നിവയുടെ വരവോടെ ഇന്ത്യയിൽ ഡാറ്റ കൈകാര്യം ചെയ്യാനുള്ള ആവശ്യകത കുതിച്ചുയരുകയാണ്. എയർ ട്രങ്ക് പോലുള്ള കമ്പനികൾക്ക് തങ്ങളുടെ ബിസിനസ് വളർത്താൻ ഇതിനേക്കാൾ വലിയൊരു വിപണി ലോകത്തെവിടെയും നിലവിലില്ല. എന്ന് മാത്രമല്ല, എന്തെങ്കിലും കാരണവശാൽ ഇന്ത്യയിൽ വരാതിരുന്നാൽ അതൊരു പക്ഷേ വലിയ അവസരം നഷ്ടമാക്കുന്നതിലേക്ക് നയിക്കുമെന്ന് ലോകത്തെ മുൻനിര കമ്പനികളൊക്കെ ഭയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലേക്ക് അവർ വന്നില്ലെങ്കിലും ഇന്ത്യയുടെ വളർച്ച സംഭവിക്കും എന്ന ഒരു വിലയിരുത്തൽ ഇതിനോടകം തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിലുണ്ട്. രണ്ടാമതായിട്ട് അനുകൂലമായ സർക്കാർ നയങ്ങളാണ്. വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായിട്ട് ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കുന്ന വലിയ പദ്ധതികൾ കമ്പനികൾക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഇന്ത്യയുടെ AI മിഷൻ തന്നെ എടുക്കാം. 10,000 കോടിയിലധികം രൂപയുടെ സർക്കാർ പിന്തുണയുള്ള ഒരു പദ്ധതിയാണിത്. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മിഷൻ എടുത്താൽ 76,000 കോടി രൂപയുടെ ഈ പദ്ധതി ഇന്ത്യ ഒരു വലിയ ടെക് ഹബ്ബാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ഇത്തരം നയങ്ങളെല്ലാം ബിസിനസ് ചെയ്യാൻ അനുകൂലമായ അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നു. ഇത് എയർ ട്രങ്ക് സിഇഒ റോബിൻ ഖുദ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. മറ്റൊരു പ്രത്യേകത, ഡാറ്റാ സെന്ററുകൾ പ്രവർത്തിക്കാൻ വലിയ തോതിൽ വൈദ്യുതി ആവശ്യമാണ്. ഇന്ത്യയിൽ പുനരുപയോഗ ഊർജം, അതായത് സോളാർ, വിൻഡ് എനർജി എന്നിവ വൻതോതിൽ കുറഞ്ഞ ചിലവിൽ ലഭ്യമാണ്. ആഗോള കമ്പനികൾക്ക് തങ്ങളുടെ കാർബൺ ഉദ്വമനം കുറച്ചുകൊണ്ട് പരിസ്ഥിതി സൗഹൃദമായി പ്രവർത്തിക്കാൻ ഇത് സഹായകരമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ IT ടെക്നിക്കൽ വിദഗ്ധർ ഉള്ളത് ഇന്ത്യയിലാണ്. കമ്പനികൾക്ക് കുറഞ്ഞ ചെലവിൽ മികച്ച മനുഷ്യ വിഭവശേഷിയാണ് ഇവിടെ ലഭിക്കുക.
ചൈന പോലുള്ള മറ്റ് വിപണികളിൽ അമേരിക്കൻ യൂറോപ്യൻ കമ്പനികൾക്ക് ഇപ്പോൾ വലിയ നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ വ്യവസ്ഥിതിയും സുരക്ഷിതമായ നിയമവ്യവസ്ഥയുമുള്ള ഇന്ത്യയാണ് ആഗോള നിക്ഷേപകർ വിശ്വസനീയമായ കേന്ദ്രമായി കാണുന്നത്. ചുരുക്കത്തില് ആഗോള രാഷ്ട്രീയത്തിലെ സമ്മർദ്ദങ്ങളെക്കാൾ ബിസിനസ് ലോകം മുൻഗണന കൊടുക്കുന്നത് ലാഭത്തിനും സുരക്ഷിതത്വത്തിനും ഭാവിക്കുമാണ്. ഇന്ത്യ നൽകുന്ന വൻ വിപണി സാധ്യതയും സാങ്കേതിക വളർച്ചയും സുരക്ഷിതത്വവും ഭാവി സാധ്യതകളും ഈ കമ്പനികൾക്ക് അവഗണിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ട്രംപും ഡീപ് സ്റ്റേറ്റും ഒക്കെ വളരെ ശക്തമായിട്ട് പരിശ്രമിച്ചിട്ടും ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തെ തടയാൻ പൂർണ്ണമായി അവർക്ക് കഴിയുന്നില്ല. ഇന്ത്യ ഒരു വലിയ ആഗോള നിക്ഷേപക സൗഹൃദ രാജ്യമായിട്ട് മുന്നേറുക തന്നെ ചെയ്യും. താൽക്കാലികമായി ചില പ്രതിബന്ധങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാക്കുന്നതിൽ ഒരുപക്ഷെ നമ്മുടെ എതിരെ നിൽക്കുന്ന ശക്തികൾ വിജയിച്ചാലും അന്തിമ വിജയം നമുക്കൊപ്പം തന്നെയായിരിക്കും. ഇന്ത്യ ആ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തുക തന്നെ ചെയ്യും. ലോകത്തെ ആകെ GDP-യുടെ 25 മുതൽ 35% വരെ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ സുവർണ കാലഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം മടങ്ങിയെത്തും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.